നോക്കില്ലേ പോയ വാക്കില്ലേ പാട്ടിരുന്ന റപ്പുകുലുമാലേ ന്യായമില്ല മായമില്ല നാണമില്ല മാനമില്ല പാറകൊണ്ട് പോരുകുലുമാലേ കൊച്ചിയിലും ബീച്ചിലും കൊച്ചുനാടിനുച്ചിയിലും കൊച്ചാക്കാനറ്റുകുലുമാലേ കണ്ടോറും കൊണ്ടോറും ഞണ്ടി വീണുരുണ്ടോറും ചുണ്ടടുത്ത് പാടികുലുമാലേ ഈ നോക്കിലെ നോക്കിലെ പോയ വാക്കിലെ പാട്ടിരുന്ന റപ്പുകുലുമാലേ ന്യായമില്ല മായമില്ല നാണമില്ല മാനമില്ല പാറകൊണ്ട് പോരുകുലുമാലേ കുലുമാലേ ഓ അമ്മാര ഓ സാലല്ല ജനറേറ്റർ പറഞ്ഞോ കറണ്ട് പോയാലേ ഉണ്ടോ കറണ്ട് പോകരുത് സമയത്ത് കറണ്ട് പോകരുത് അലങ്കോലാക്കല് മുഹൂർത്തം രാഘുലം കഴിയാറായി എല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ പത്രക്കാര് ഇവിടെ ആരും വന്നില്ല എല്ലാവരും രാഘുലം മുമ്പ് എത്താൻ പറഞ്ഞിട്ടുണ്ട് പത്രക്കാർക്ക് എന്ത് വേണോ അത് ചെയ്തു കൊടുക്കണം ഓക്കെ എല്ലാ സിനിമ മാഗസിനിലും പിന്നെ എല്ലാ ചെലവും അവർക്ക് എന്ത് ആവശ്യമുണ്ടോ ചെയ്തു കൊടുക്കണം ഓക്കെ ഒറ്റേ ഉള്ളൂ എനിക്ക് വയ്യ ഇത് എത്ര സിനിമ ഇങ്ങനെ സംസാരിക്കുന്നത് കുഴപ്പമില്ല ഒരു പ്രൊഡ്യൂസറെ വേദന അറിയാമല്ലോ തുടങ്ങാം പക്ഷെ എനിക്കുണ്ട് കിടുങ്ങലും സാർ വരൂ പുള്ളി വരും പക്ഷെ അതല്ല പ്രശ്നം എന്റെ ആദ്യ സിനിമ ആയോണ്ടേ ഞാനും ആദ്യമായിട്ട് കൈനടയല്ലേ നിങ്ങളുടെ പൈസ ആകെ 2.25 ലക്ഷം രൂപയിലെ മുടക്കിയിട്ടുള്ളൂ ബാക്കി പിരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ തരാം നോക്കണ്ടല്ലോ സാറിന് വിഷയം തുടങ്ങിയാണ് സാർ എത്തുമല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമാണ് രമണി പറഞ്ഞ കഥ ഇത് ആരും പറയാത്തൊരു കഥയാണ് നമ്മുടെ ഡയറക്ടർ സാർ കഥ പറഞ്ഞപ്പോൾ തന്നെ ഈ സിനിമയിൽ അനന്തമായ കച്ചവട സാധ്യത ഞാനിത് കണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ വന്നിരുന്നാൽ മാത്രം പത്രക്കാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് സിനിമ കണ്ടാൽ മനസ്സിലാവുന്ന നമ്മുടെ ആൾക്കാരുണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ മാത്രം പോരാ സിനിമ തിയേറ്ററിലൊന്നും എൻ്റെ സിനിമ കണ്ട് കൈയടിച്ച് വിജയിപ്പിക്കണം ഇതിനു വേണ്ടി ഈ ചടങ്ങിന് വേണ്ടി നമ്മുടെ മലയാള സിനിമയുടെ വഴിത്തിരിവും സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറുമായ സന്തോഷ് പന്ത് സാറിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം ഏതാണ് നിമിഷത്തിൽ വിളക്ക് കൊളുത്തി നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അതിനുവേണ്ടി നമുക്ക് ആകാംക്ഷകത്തെ അദ്ദേഹം വരാറായോ വരാം ഇവിടെ ജന്തും ഒക്കെ റെഡിയാണ് നിങ്ങൾ എല്ലാവരും കൈയടിക്കണം സാറിനെ ഒന്ന് കൈയടിക്കണം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആ മക്കളെ പെർമിഷനായിട്ട് കയറാൻ പറ്റില്ല നല്ലൊരു ചടങ്ങ് നടക്കുകയാണ് അപശബ്ദം വെച്ച് ഈ ചടങ്ങ് അലങ്കോലമാക്കരുത് ഒരു ജീവിത പ്രശ്നമല്ല ഒരു കാശടക്കിയുള്ളൊരു സിനിമാ നിർമ്മാണമാണ് എല്ലാവരും സഹകരിക്കണം പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ ഈശ്വര പ്രാർത്ഥനയോടെ ഈ മകനീമ ചടങ്ങിന് ആരംഭം കൊടുക്കുകയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പറയുന്ന കേസ് എല്ലാവരും എഴുന്നേറ്റിക്കണം ഒന്ന് കയറിക്കൊണ്ട് അങ്ങനെ നിങ്ങളതല്ലേ പറഞ്ഞത് കയറാൻ പറ്റില്ല കയറാൻ പറ്റൂല പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥനയാണ് ദൈവേത് ഈശ്വര പ്രാർത്ഥനയാണ് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചോളൂ ശുഭരാത്രി
ഇനി എന്നും ശുഭരാത്രി. സാറേ ഞാൻ ഒന്ന് അകത്തോട്ട് ഇരുന്നോട്ട് സാറേ, ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് പല സൂപ്പർ താരങ്ങളും മെഗാ താരങ്ങളും കൃത്യസമയത്ത് പൂജയ്ക്ക് വിളിച്ചാൽ എത്താറില്ല. അതിന് വിപരീതമായിട്ട് നമ്മുടെ മഹാനായ വ്യക്തി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മാത്രം മതി ഈ സിനിമ സൂപ്പർ ഹിറ്റാവാൻ. എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുക. പിന്നെ ഈ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ഉണ്ട്, മെഗാ സ്റ്റാർ ഉണ്ട്. ഇദ്ദേഹം അത് രണ്ടുമല്ല, ഇദ്ദേഹം വിക്ടറി സ്റ്റാറാണ്. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഇതിന്റെ സിനിമ വിജയിക്കുന്ന ഉറപ്പാണ്. ഇദ്ദേഹം അനുഗ്രഹത്തോടെ തുടങ്ങി. ഞാൻ അവിടെ ഒന്ന് ഇരുന്നോട്ടെ. പറയാതെ സാറേ, സന്ദേശ് സാറേ, ഞാൻ സാറിന്റെ ഒരു ആരാധകനാണ്. ഞാൻ ഒന്ന് അവിടെ ഇരുന്നോട്ടെ സാറേ. ഇയാൾ സമ്മതിക്കുന്നില്ല. തലയില്ല സാർ, സ്ഥലമില്ല, സ്ഥലമില്ല. ഉള്ള സ്ഥലത്തിരുന്നോണേ, ഉള്ള സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യനായ സൂപ്പർ സ്റ്റാറായ കേരളം അഭിമാനിക്കുന്ന, ലോകമൊട്ടുക്ക് അഭിമാനിക്കുന്ന ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ജി, അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തോട് നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഓരോ സൂപ്പർ സ്റ്റാറുകളുടെയും സിനിമകൾ കോടികൾ മുടക്കിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പക്ഷേ ആ സിനിമകളൊന്നും തന്നെ മുടക്കിയ പൈസ പോലും കിട്ടാത്ത ഒരു ഗതികേട് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും ചോദിച്ചു, ഇതാരാണ് ഈ സന്തോഷ്, ആരാണ് ഈ പണ്ഡിറ്റ്, എവിടുള്ളവൻ? പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് സാറിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടക്കാലത്തായിട്ട് കഴിഞ്ഞ 3-ാം തീയതിയോ 2-ാം തീയതിയോ ആണെന്ന് തോന്നുന്നു, ഒരു 4 മണിക്ക് ഞാൻ ചായ കുടിക്കാൻ നിന്നപ്പോൾ ഒരു സുഹൃത്ത് സന്തോഷ് സാറിനെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കാണാറില്ല, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവഹിതം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അതിന്റെ റിംഗ് ടോൺ എന്ന് പറയുന്നത് രാത്രി ശുഭരാത്രി. ജീവിത പന്താവിൽ നിന്ന് മനസ്സ് ഉരുകി ഉണ്ടാക്കുന്ന അന്ധകടാകത്തിന്റെ യാദൃച്ഛികമായ മ്ലേച്ഛവും ജീവിത സാഹചര്യവും ഉൾപ്പെടുത്തിയുള്ള ഒരു സിനിമ. അന്ധകടാകത്തിൽ കേരളം ഉൾപ്പെടും. എവിടെ നിർത്തിയത്? മ്ലേച്ഛത്തിലാണ്? ഇല്ലല്ല, പ്രസംഗത്തില് അല്ല, സിനിമയുടെ വിജയത്തിനായിട്ടുള്ള സിനിമയുടെ വിജയത്തിനായിട്ടുള്ള ഒരു പന്താവ് വെട്ടിത്തുറന്ന ഒരു മനുഷ്യനാണ്, വ്യക്തിയാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് സാർ. അതുപോലെ ഇദ്ദേഹത്തിനോട് നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പത്രം ഓഫീസിൽ നിന്നും ശ്രീ അരുൺ കുളിമാത്ത് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ, ജിമ്മിച്ചായൻ നിർമ്മിക്കുന്ന ഒരു സിനിമ, നമ്മുടെ വാഴക്കുളം ചേട്ടൻ എഴുതുന്ന ഒരു സിനിമ, ഈ സിനിമയ്ക്ക് നിങ്ങളെ 3 പേരെ ആർക്കും അറിയില്ല, തുടക്കക്കാരാണ് ഞങ്ങളെല്ലാം. നിങ്ങൾ വിളിച്ചാൽ സന്തോഷ് സാർ വരുമോ എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയൊരു സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിളിച്ച ഉടനെ എന്തൊക്കെ തിരക്കുണ്ടായിട്ടും വന്ന സന്തോഷ് സാറിന് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു.